അടുത്തിടെ ബാലയെക്കുറിച്ച് എലിസബത്ത് തുറന്നു പറഞ്ഞ് പല കാര്യങ്ങളും രംഗത്ത് വന്നു. എന്നാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു കാര്യമാണ് ബാലയുടെ കരൾ മാറ്റിയ ശസ്ത്രക്രിയ നടന്ന സംഭവം. കാരണം കരൾ ശസ്ത്രക്രിയ നടന്നത് കാശ് കൊടുത്താണ് ഒരു ഡോണറിനെ സംഘടിപ്പിച്ചതെന്നും ഇപ്രകാരം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്ന തരത്തിലായിരുന്നു എലിസബത്ത് ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ഇത്രയും നാൾ മൗനമായിരുന്ന ബാല ഇപ്പോഴിതാ പുതിയ വീഡിയോയിൽ എലിസബത്തിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ്. ഒപ്പം തനിക്ക് കരൾ തന്ന വ്യക്തിയായ ജോസഫ് ജേക്കബിനൊപ്പമാണ് ബാല എത്തിയിരിക്കുന്നത്. ഞാനാണ് ബാലച്ചേട്ടന് കരൾ നൽകിയത്. കുറച്ച് ദിവസങ്ങളായി ബാലചേട്ടനെ കുറിച്ചും എലിസബത്ത് ചേച്ചിയെ പറ്റിയും ഒരുപാട് വീഡിയോകൾ വന്നിരുന്നു. അതിൽ എന്നെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്താമെന്ന് താൻ തീരുമാനിച്ചത്. ഓപ്പറേഷന് 10 ദിവസം മുൻപ് പോലും ഞാൻ ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. എലിസബത്ത് ചേച്ചിയും അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്തൊന്നും ചേച്ചി കരൾ കൊടുത്തോളാമെന്ന് ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീഡിയോയിൽ പറയുന്നത് ഈ കരൾ കൊടുക്കാൻ സമ്മതമായിരുന്നു എന്നാണ്. രക്തം കൊടുക്കുന്നത് പോലെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ബാലച്ചേട്ടൻ ഏകദേശം 99% ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യത കുറവുള്ള സമയത്തായിരുന്നു ഇങ്ങനെ ഒരു കരൾ മാറ്റ ശസ്ത്രക്രിയ നടത്തിയത്. അത്രയ്ക്ക് മോശം അവസ്ഥയിലായിരുന്നു അദ്ദേഹം. അവയവം സ്വീകരിക്കുന്ന ആൾക്ക് മാത്രമല്ല കൊടുക്കുന്ന ആൾക്കും ഈ ഒരു റിസ്ക് ആണ്. ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണ് കരൾ കൊടുത്തത് എന്നൊക്കെയാണ് എലിസബത്ത് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് എലിസബത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് കാണിക്കണം. ഞാൻ കാശ് വാങ്ങിച്ചിട്ടല്ല കൊടുത്തതെന്നാണ് ഇപ്പോൾ ജോസഫ് ജേക്കബ് പറയുന്നത്. എന്നാൽ ജോസഫിന്റെ ഈ ഒരു വീഡിയോ പുറത്തുവന്നതോടുകൂടി ഇത് ബാല പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ കള്ളക്കഥകളാണെന്നും ഇതുപോലത്തെ വീഡിയോകൾ മുൻപും പല പ്രാവശ്യം ബാല പങ്കുവച്ചിട്ടുണ്ടെന്നും മലയാളികളൊന്നും ഇനി വിശ്വസിക്കാൻ തയ്യാറല്ല എന്നാണ് ബാലയ്ക്കെതിരെ വീണ്ടും വിമർശനങ്ങൾ വരുന്നത്.